ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടി, നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വേണ്ടി, നമ്മുടെ സർവീസിലേക്ക് വേണ്ടി ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യുക. ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. എന്ത് തരം ലീഡാ? ക്വാളിറ്റി ലീഡായിരിക്കണം. വെറുതെ കുറെ ഫേക്ക് ലീഡിനായിട്ട് കാര്യമില്ല. ക്വാളിറ്റി ലീഡ് വന്നാലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആക്ഷൻ അവരെടുക്കൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴി നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക, ബിസിനസ് ഇൻകം കൂട്ടുക. അപ്പൊ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിലുള്ള ഒരു ഫസ്റ്റ് മെത്തേഡാണ് SEO. ബുക്കിൽ എഴുതെല്ലാവരും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്യാണ്. നിങ്ങൾക്കറിയാലോ ടോപ്പിൽ വരുന്ന ആഡാന്നുള്ളത്. നിങ്ങൾക്കറിയാലോ ഇത് എല്ലാവർക്കും അറിയാലോ. AD നമ്മൾ ഇതിനെ കുറിച്ചിട്ടല്ല പഠിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കും, SEO കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിക്കും. ഇതെങ്ങനെ വന്നതെന്ന് എല്ലാവർക്കും അറിയാം. പൈസ കൊടുത്തിട്ട് വരുന്നതാ, പേപ്പർ ക്ലിക്ക്. ഇവിടെ വരുന്നതിനെ കുറിച്ചിട്ടല്ല പഠിക്കുന്നത്. ഇത് നമ്മൾ SEO കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിക്കുന്നതാണ് ഇവിടെ എങ്ങനെ വരുന്നതെന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആഡ് ഉണ്ടോ? ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പൈസ പോയി. ഇവിടെ ദേശായി ഹോംസിന്റെ ആഡ് കണ്ടു. ഈ ദേശായി ഹോംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൈസ പോയി. ആരുടെ പൈസ പോയി? ദേശാഭി ഹോംസിന്റെ പൈസ പോവും. ഒരു ക്ലിക്കിന് 25 രൂപ ഗൂഗിളിന് കിട്ടും, അല്ലേ? ഇതിന്റെ താഴെ കണ്ട കോൺഫിഡന്റ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇത് SEO ആണ്. ഇവിടെ തൊട്ടാണ് SEO സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പൈസ ഒന്നും പോകില്ല, ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. പ്രൊജക്ട് ഈക്വൽ. പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മൾ ചെയ്യാൻ പോണ പ്രൊജക്റ്റ് ആണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com. നിങ്ങൾ എല്ലാവരും SEO എക്സ്പെർട്ടുകളാണ്. എന്റെ പ്രൊജക്റ്റ് ആണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com. ഞാൻ ഈ പ്രൊജക്ട് നിങ്ങൾക്ക് തരാണ്. ഇതെങ്ങനെയാണ് SEO ചെയ്യേണ്ടതെന്നാണ് ഞാൻ പഠിക്കാൻ പോവാ. നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ പ്രൊജക്ട് തന്നിട്ട് പറയാണ്, എനിക്ക് എന്റെ പ്രൊജക്റ്റിന് SEO ചെയ്യണം. നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യാൻ പോണേ എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പ്രൊജക്റ്റ് ആണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com. ഇതിന് നമ്മൾ SEO എങ്ങനെ ചെയ്യാൻ പോണു? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വെബ്സൈറ്റ് അനാലിസിസ്. ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ആ ക്ലയന്റിന്റെ വെബ്സൈറ്റ് എടുത്ത് പഠിക്കണം. നമ്മൾ മാർക്കറ്റ് ചെയ്യാനാ പോണേ. ഇവിടെ നമ്മൾ എന്താ ശരിക്കും മാർക്കറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വെബ്സൈറ്റ് ആണ് മാർക്കറ്റ് ചെയ്യുക. അപ്പൊ ആ പ്രൊഡക്റ്റും ആ വെബ്സൈറ്റും കൃത്യമായി പഠിക്കണം. അവർ എന്ത് പ്രൊഡക്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത്, എന്ത് സർവീസ് ആണ് ഓഫർ ചെയ്യണേ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. അത് ഓടിച്ചാടി നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തരായിരിക്കും സംഭവിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com എടുക്കുക. ആ സൈറ്റിൽ 2-3 മിനിറ്റ് എല്ലാ പേജസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഞാൻ ഓഫർ ചെയ്യണമെന്ന് നോക്കാം. അന്നേരം ജസ്റ്റ് ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്യുക, 1-2 പോയിന്റുകൾ എന്തൊക്കെയാണ് ഞാൻ ഓഫർ ചെയ്യണത്. ഇപ്പൊ തന്നെ എടുക്കുക, എല്ലാവരും സൈറ്റ് എടുക്കുക. എല്ലാവരും സൈറ്റ് എടുത്ത് നോക്കിയാ അത്രേ ഉള്ളൂ. ഒരു ക്ലയന്റിന് കരുമ്പോൾ തന്നെ നിങ്ങൾ സൈറ്റ് ഒക്കെ എടുത്ത് പഠിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റ് അനാലിസിസ്. സ്റ്റെപ്പ് 2, നോവിങ് യുവർ ഓഡിയൻസ്. നിങ്ങളെ ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലയന്റ് പറയും, ഞാൻ കേരളത്തിലുള്ളവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചോദിക്കണം, നിങ്ങൾ ഏത് ഏജിലുള്ളവരെ ടാർഗറ്റ് ചെയ്യണത്. അപ്പൊ അവർ പറയും, ഞാൻ ബിസിനസ് ഓണറാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ പറയും, ഞാൻ +2 പഠിച്ചവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഡിഗ്രി പഠിച്ചവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്, പുറത്തു പോകാൻ താല്പര്യമുള്ളവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഒള്ളി ഫീമെയിലിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ഒള്ളി എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ബിഹേവിയർ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ജിയോഗ്രാഫിക്, ഡെമോഗ്രാഫിക്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കണം. ഓടിച്ചാടി SEO ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യാന്നല്ല ചെയ്യാ. ഇതൊരു മാർക്കറ്റിംഗ് ആണ്. അതിൻ്റെതായ ഒരു സ്റ്റെപ്പുകളിലൂടെ ചെയ്താലാണ് പ്രൊഫഷണലി ചെയ്യാൻ പറ്റും. 3ാമത്തെ സ്റ്റെപ്പാണ് കീവേഡ് അനാലിസിസ്. ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് കീവേഡ് അനാലിസിസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഗൂഗിളിൽ എന്താണോ സെർച്ച് ചെയ്യുന്നത് ആ കീവേഡുകൾ കണ്ടുപിടിക്കണം.
ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ ഗൂഗിളിൽ പോയി അവൻ എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുക, ഓരോരുത്തരും പല രീതിയിലായിരിക്കും സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന കീവേഡുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ കീവേഡുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റ് ഗൂഗിളിൽ ടോപ്പിൽ കൊണ്ടുവരണം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. എല്ലാവരും ഒരു എക്സൽ ഷീറ്റ് എടുക്കുക. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം. നിങ്ങൾ ഗൂഗിളിൽ പോയി എന്താണ് സെർച്ച് ചെയ്യുക, എന്തൊക്കെ തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യാന്നുള്ളത് 5 കീവേഡ് താഴെ എഴുതണം. ആദ്യത്തെ ലൈന് നിങ്ങൾ ഒരു കീവേഡ് എൻ്റർ ചെയ്തു. അങ്ങനത്തെ 5 കീവേഡ് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് ബന്ധമുള്ളത് അത് കോമൺലി എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്യുക. ഒരാളും നോട്ട്ബുക്കിൽ എഴുതരുത്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ടെക്നോളജി യൂസ് ചെയ്യണം. ആദ്യം ഡിജിറ്റൽ മാർക്കറ്റ് ട്രെയിനിങ്. ഓക്കെ, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി എന്ത് സെർച്ച് ചെയ്യും? ഡിജിറ്റൽ മാർക്കറ്റ് ട്രെയിനിങ്. രണ്ടാമത്, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി ഇൻ കേരള എന്ന് സെർച്ച് ചെയ്യോ? ഡിജിറ്റൽ മാർക്കറ്റ് ട്രെയിനിങ് ഇൻ കേരള. അപ്പൊ അങ്ങനെ എഴുതണ്ടേ? ഓക്കെ. ഇനി മൂന്നാമത്, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി എന്തുകൊണ്ട് സെർച്ച് ചെയ്യാം? ഓൺലൈൻ ട്രെയിനിങ് സെർച്ച് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് കിട്ടോ? ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെ ആക്കണം. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇനി നാലാമത് നിങ്ങൾ എഴുതിക്കാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച്, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്യാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെർച്ച് ചെയ്തു. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത് തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ വളരെ സിമ്പിൾ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഒരു സാധനം പഠിക്കണം, നിങ്ങൾ ഇന്റർനെറ്റിൽ പോയി എങ്ങനെ സെർച്ച് ചെയ്യും? നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കീവേഡ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടോ ആ കീവേഡ് എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അത് 10 കണക്കില്ല. അതിന് ചിലപ്പോൾ 11 ആയിരിക്കും, ചിലപ്പോൾ 22 ആയിരിക്കും, ചിലപ്പോൾ 38 ആയിരിക്കും. എല്ലാം നിങ്ങൾ കളക്ട് ചെയ്യണം. ആ എക്സൽ ഷീറ്റ് എടുത്തേ. ആ എക്സൽ ഷീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് മുന്നേ ഒരു കോളം ആഡ് ചെയ്യാൻ അറിയാമോ? എക്ക് മുന്നേ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് മുന്നേ അവിടെ ക്ലിക്ക് അവിടെ ക്ലിക്ക് ചെയ്യും. റൈറ്റ് ക്ലിക്ക് അടി, ഇൻസേർട്ട് അടി. അതന്നെ അവിടെ. അതുപോലെ തന്നെ മോളിൽ ഒരു റോ കൂടി ക്രിയേറ്റ് ചെയ്യും. ഏറ്റവും ഫസ്റ്റ് ലൈൻ അവിടെ മോളിൽ റോ അവിടെ ക്ലിക്ക് ചെയ്യും. താഴെ ഒന്നിന്റെ അവിടെ ക്ലിക്ക്, ഒന്നിന്റെ അവിടെ അവിടെ ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക് അടി, ഇൻസേർട്ട് കൊടു. വെരി ഗുഡ്. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന് കൊച്ചിന്ന് എഴുതിട്ടില്ലേ, അതിന്റെ മുകളിൽ നിങ്ങൾ എഴുതി കീവേഡ് എന്ന് എഴുത്. ഇപ്പഴ കീവേഡ്. ആ കീവേഡിന് മുന്നത്തെ കോളമില്ലേ, മുന്നുള്ളത്, അവിടെ നിങ്ങൾ എഴുത് SR നമ്പർ എന്ന് എഴുത്. സീരിയൽ നമ്പറിന്റെ ഷോർട്ടാണ് SR നമ്പർ. നമ്പർ. വെരി ഗുഡ്. അതിന്റെ കീവേഡിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അപ്പൊ അതിങ്ങനെ വലുതായിക്കോളും. ബീഡം അവിടെ ഇപ്പറ ആ ബോർഡർ ശരി. ബിക്കും സിക്കും ഇടയിലുള്ള ബോർഡർ ഇല്ലേ, അത് ഡബിൾ ക്ലിക്ക് അതിൽ വലിച്ചാലും മതി. ഇനി സിയുടെ താഴെ എഴുത് google.com എന്ന് എഴുത്. ഓക്കെ. ഇനി അവിടെ മുകളിൽ ഡബിൾ ക്ലിക്ക് മതി. ഇനി ആ സീരിയൽ നമ്പറിന്റെ താഴെ 1 എന്ന് എഴുത്. ടൈപ്പ് ഇനി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻ കൊച്ചി എന്ന് സെലക്ട് ചെയ്യും. google.com അടിക്കും. എന്റെ ആഡ് കേട്ടോ, ആഡ് അല്ല നമ്മൾ നോക്കണേ. നമ്മൾ എന്താ നോക്കണേ? SEO. പയ്യെ താഴേക്ക് പോവാ. താഴേക്ക് പോവാ. ആദ്യത്തെ സൈറ്റ് ഉണ്ടോ അവിവ ഡിജിറ്റൽ 1 2 താഴേക്ക് പോവാ. ഒരു പേജിൽ 10 കാണും. 3 4 താഴേക്ക് പോവാ. താഴേക്ക് പോവാ. എന്റെ സൈറ്റ് ഉണ്ടോ നോക്കാം, internationaltraining.com. താഴേക്ക് പോവാ. ഈ പേജിലില്ല, അടുത്ത പേജ് എടുക്കാം. താഴേക്ക് പോവാ.
ലൊക്കേഷൻ തെറ്റാണോ? നിങ്ങൾ താഴേക്ക് വാ. ഓക്കെ, അവിടെ നിങ്ങൾ വീണ്ടും അതിലേക്ക് വാ. എക്സൽ ഷീറ്റ് എടുക്കുക. താഴേക്ക് വന്ന് ഏറ്റവും അടിയിലേക്ക് വന്ന്. ഒരു സെക്കൻഡ്, അടിയിലേക്ക് വന്ന്. അടിയിലേക്ക് വന്ന്. കേരളത്തില് മലയാളത്തില് എഴുതിയിട്ടുണ്ടല്ലോ. ഇനി ആ എക്സൽ ഷീറ്റ് എടുക്കുക. ഡിജിറ്റൽ മാർക്ക് google.comന്റെ താഴെ കൊണ്ട് എഴുതാ നോട്ട് ഇൻ 20. ഫസ്റ്റ് പേജിൽ സെക്കൻഡ് പേജിൽ ഇല്ലല്ലോ. ഇൻ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടുന്നേ, കാണുമ്പോ തന്നെ ഒരു ഭംഗി വരട്ടെ. ഇനി അടുത്ത കീവേഡ് ഏതാ? ട്രെയിനിങ് കൊച്ചി എഴുത്. വീണ്ടും ഗൂഗിൾ എടുക്കുക. താഴേക്കോ. കണ്ടാ എത്രാമത്തെ തുറക്കണേ? രണ്ടാമത്. അല്ല എണ്ണ് ശരിക്കും എണ്ണു. 9ാമത്. അവിടെ പോ, സൈറ്റ് എടുക്ക്. അല്ല എക്സൽ ഷീറ്റ് എടുക്ക്. എക്സൽ ഷീറ്റ് എടുക്ക്. അവിടെ എഴുത്. എത്ര എഴുതണം? 9th പൊസിഷൻ. 9 ഇട്ടാ മതി. 9th പൊസിഷൻ ആകുന്നില്ല. 9 ക്ലിയർ ആയോ? ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച കീവേഡിന്റെ നമ്മുടെ ഇന്റർനെറ്റ് ലീഡ്സിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. ഇതിനെ പറയണ പേരാണ്, ഇന്നാണ് നിങ്ങൾ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ചെയ്യണേ. ഇന്ന് തന്നെ നിങ്ങൾ അതിന്റെ കീവേഡ് എടുത്ത് അതിനെ പറയണതാണ് ഇനീഷ്യൽ റാങ്കിങ് റിപ്പോർട്ട്. ഇന്നാണ് നിങ്ങൾ, അപ്പൊ നിങ്ങൾ ക്ലയന്റ് ഒക്കെ ആയിട്ട് സംസാരിച്ചു, നമ്മൾ കുറെ കീവേഡ് ഡിസൈഡ് ചെയ്തു. സപ്പോസ് ഒരു 25 കീവേഡ് ഡിസൈഡ് ചെയ്തു. ഈ 25 കീവേഡ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ പ്രൊജക്ട് ഇപ്പൊ എത്രാമത്തെ പൊസിഷനിൽ ഉണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് നിങ്ങൾ ക്ലയന്റിന് അയച്ചു കൊടുക്കണം. ഇന്നാണ് ചെയ്യണമെങ്കിൽ ഇന്നെ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ഇപ്പൊ ഒരു കീവേഡ് നിങ്ങൾ 9th കണ്ടല്ലോ, ഇതിനെ മോളോട്ടേക്ക് കയറ്റാ. ചില കീവേഡ് നിങ്ങൾ നോട്ട് ഇൻ 20 കണ്ടല്ലോ, അതിനെ ടോപ്പ് 10ലേക്ക് കൊണ്ടുവരാ. ഈ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാ എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഗൂഗിൾ എടുത്ത് ഇവിടെ നിങ്ങൾ ഒരു മിനിറ്റ് SEO ട്രെയിനിങ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തപ്പോ എന്റെ സൈറ്റ് 8ാമത് കണ്ടോ? ഒന്നും ചെയ്യണ്ട. താഴേക്ക് വന്നേ. എന്റെ സൈറ്റ് ഇവിടെ 8ാമത് കണ്ടോ? താഴേക്ക് വാ. കണ്ടു. എന്റെ സൈറ്റ് സ്ക്രീനിൽ വന്നു. അതിന്റെ അർത്ഥം എന്റെ സൈറ്റിന്, നമ്മുടെ പ്രൊജക്റ്റിന് ഒരു ഇംപ്രഷൻ കിട്ടിയെന്നർത്ഥം. ചിലപ്പോ നമ്മുടെ ഈ സൈറ്റ് കിടക്കുന്ന സെക്കൻഡ് പേജിലായിരിക്കും. നമ്മൾ സെക്കൻഡ് പേജിൽ പോയാൽ മാത്രമാണ് ഇംപ്രഷൻ ജനറേറ്റ് ആവൂ. അപ്പൊ ഫസ്റ്റ് പേജിലുള്ളതുകൊണ്ട് നമുക്കൊരു ഇംപ്രഷൻ ജനറേറ്റ് ആയി. 14 പേര് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാണ് SEO ട്രെയിനിങ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജിൽ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്.com വന്നിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എത്ര ഇംപ്രഷൻ ജനറേറ്റ് ചെയ്തു? 14 ഇംപ്രഷൻ ജനറേറ്റ് ചെയ്തു. ക്ലിക്കും ഇംപ്രഷനും തമ്മിലുള്ള റിലേഷൻ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇംപ്രഷൻ ഉണ്ടെങ്കിൽ ക്ലിക്ക് കിട്ടും. വെരി ഗുഡ്. വേറെ റിലേഷൻ പറയാൻ പറ്റോ? ക്ലിക്ക് ഇംപ്രഷനൊക്കെ ഈക്വലും ആയിരിക്കാം, അല്ലെങ്കിൽ കുറവായിരിക്കാം. 10 പേര് നിങ്ങൾ ഇംപ്രഷൻ വന്നു, ചിലപ്പോൾ 10 ക്ലിക്ക് കിട്ടാം, അല്ലെങ്കിൽ താഴെ ആയിരിക്കും കിട്ടാം. ഇനി അടുത്തൊരു ടേമാണ് CTR, ക്ലിക്ക് ത്രൂ റേറ്റ്. CTR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ? ക്ലിക്ക് ഡിവൈഡഡ് ബൈ ഇംപ്രഷൻ ഇൻറ്റു 100. അതായത് നിങ്ങൾക്ക് 100 ഇംപ്രഷൻ കിട്ടി, 5 ക്ലിക്ക് കിട്ടി. അതിന്റെ അർത്ഥം നിങ്ങളുടെ CTR എന്ന് പറയുന്നത് 5% എന്നാണ്.